ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ലക്ഷദ്വീപിലെ ജസ്രിയ ഭാഷയിലെ ഒരു പ്രയോഗമുണ്ട്, റക്കുണത്തി. എന്താണ് റക്കുണത്തി? നമ്മളുടെ ടൈം പീസിനെ, അലാറാമിനെ അവർ വിളിക്കുന്നതാണ് റക്കുണത്തി എന്ന്. റക്കുണത്തി എന്നാൽ ഉറക്കമുണർത്തി എന്ന് വിപുലീകരിച്ചെടുക്കേണ്ടി വരും. നിങ്ങളെ ഉറക്കത്തിൽ നിന്നും ഉണർത്തിവിടുന്ന എന്തോ അതാണ് റക്കുണത്തി. ചില നല്ല പുസ്തകങ്ങളെ റക്കുണത്തി എന്ന് വിളിക്കാൻ പറ്റും. നമ്മളുടെ ഇരുട്ട് നിറഞ്ഞ ലോകത്തെ ഉറക്കത്തിൽ നിന്നും നമ്മെ അവ തട്ടി ഉണർത്തുന്നു. പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ രസകരമായൊരു പുസ്തകത്തിൻ്റെ ഡെഡിക്കേഷൻ ആകർഷകമായി തോന്നിയെന്ന്. ഇങ്ങനെയായിരുന്നു ഡെഡിക്കേഷൻ: ദിസ് ബുക്ക് ഈസ് ഡെഡിക്കേറ്റഡ് ടു ദ ഡിസ്റ്റർബർ ഓഫ് മൈ സ്ലീപ്പ്. എൻ്റെ ഉറക്കം കെടുത്തുന്നയാൾക്ക് ഞാൻ ഈ പുസ്തകം സമർപ്പിക്കുന്നു. ജേർലി മാഷിൻ്റെ പുസ്തകങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഉറക്കം കെടുത്തുന്ന പുസ്തകങ്ങളാണിത്. സുഖപ്പെടുത്തുന്ന പുസ്തകങ്ങളെയല്ല, ക്ഷതപ്പെടുത്തുന്നതാണ്. പക്ഷെ ക്ഷതം നമ്മളുടെ അറിവില്ലായ്മയുടെ സുഖതലങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നൊരു ക്ഷതമാണ്. അതാവശ്യമാണ്. യു ആർ ടു ബി ക്രൂവൽ ടു ബി കൈൻഡ് എന്ന് പഴമക്കാർ പറയാറുണ്ട്. നിങ്ങൾക്ക് കൈൻഡ് ആകണമെങ്കിൽ ക്രൂവലാകണം. എന്നാലേ അകത്തുള്ള മാരകമായ വിഷമൊക്കെ ക്രൂരമായ വിധത്തിൽ മുറിച്ച് പറിച്ച് കളയാൻ പറ്റൂ. അത്തരത്തിൽ ക്രൂവൽ എലമെൻറ്റും കൈൻഡ്നെസ്സും ഒരുപോലെ സമന്വയിപ്പിക്കുന്നൊരു എഴുത്തുകാരനായിട്ടാണ് ഇദ്ദേഹത്തെ ഞാൻ കാണുക. അദ്ദേഹത്തിൻ്റെ പുസ്തകം സന്ദേഹങ്ങൾ ശരിക്കും നിങ്ങൾ അസ്വസ്ഥത നൽകുന്ന, നിങ്ങളുടെ സ്വസ്ഥതയുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ വലിച്ചു പുറത്തേക്കിടുന്ന ഒരു പുസ്തകമാണ് സന്ദേഹങ്ങൾ. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, എല്ലാത്തിനും കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? അതിനെ ആധ്യാത്മികത എന്ന് വിളിക്കാൻ പറ്റുമോ? കണ്ണടച്ചെല്ലാം വിശ്വസിക്കുന്നത് സത്യത്തിൽ ബോധമില്ലായ്മയും ബോധ്യമില്ലായ്മയുമാണ്. മനുഷ്യൻ്റെ ജൈവശാസ്ത്രപരമായ ആന്തരിക ചോദന തന്നെ സന്ദേഹത്തിൻ്റെതാണ്. അതിജീവനത്തിൻ്റെ വഴിയിൽ നിങ്ങൾ സംശയിക്കും ചിലതിനെല്ലാം. സംശയിച്ച് നിങ്ങൾ ജാഗ്രതയുള്ളവനായി മാറും. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഗ്രന്ഥകർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജാഗ്രതയും സന്ദേഹവും വീണ്ടെടുക്കേണ്ട ആവശ്യമുണ്ട്. ജാഗ്രത എന്നാൽ എ സ്റ്റേറ്റ് ഓഫ് അവേക്കനിങ്, ഉണർവോടെയുള്ള അവസ്ഥ. സന്ദേഹം എന്നാൽ എല്ലാം കണ്ണടച്ച് വിശ്വസിക്കാതെ ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള വിവേചനശീലം. ഇത് രണ്ടും കൂടി ചേർന്നാലേ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. കൊല്ലുന്ന രാജാവും തിന്നുന്ന മന്ത്രിയും, അങ്ങനെയാണ് നമ്മളെ ഭരിക്കുന്നവരുടെ അവസ്ഥയെങ്കിലോ? നിങ്ങൾക്ക് സന്ദേഹമേ ഇല്ലെങ്കിൽ, നിങ്ങൾ ജാഗരൂകരല്ലെങ്കിൽ, നിങ്ങൾ വംശനാശം സംഭവിച്ച ഡേഞ്ചറസ് സ്പീഷീസായി മാറിപ്പോകും. ഇത്തരം ചിന്തകളാണ് സന്ദേഹം എന്ന പുസ്തകം നൽകുന്നത്. മണ്ണിനെക്കുറിച്ച് എത്രത്തോളം ജാഗ്രത നമുക്കുണ്ട്? മണ്ണിൻ്റെ മാസ്മരികമായ ഗന്ധമായിരുന്നു നമ്മുടെ പഴമക്കാർക്ക്. ആ ഗന്ധം ഇപ്പോൾ ഒരു ഗ്രഹാതുരതയുടെ ഗന്ധം മാത്രമാണ്. ഇപ്പം മണ്ണിൻ്റെ ഗന്ധമൊന്നുമില്ല, മറ്റെന്തൊക്കെയോ കച്ചവട ഗന്ധമാണ് ഉള്ളത്. മണ്ണിലേക്ക് ആദിമ നൈർമല്യത്തോടെ മടങ്ങിപ്പോകണമെന്ന് ഗ്രന്ഥകാരൻ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം എന്താണ്? ഇപ്പോൾ മണ്ണ് വെറും മണലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൗതുകകരമായൊരു ചിന്ത അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ മരുഭൂമിയായി മാറിക്കഴിഞ്ഞ സഹാറ പണ്ടൊരിക്കൽ ഫലഭൂയിഷ്ടമായ വനമായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത്? മണലായി മാറി. നമ്മുടെ നാട്ടിലും മണ്ണ് മണലായി മാറിക്കൊണ്ടിരിക്കുന്നു. അതെങ്ങനെയൊക്കെയാണ് സംഭവിക്കുക? ഒന്ന്, രാസവളങ്ങളുടെ അമിത പ്രയോഗം നിമിത്തം മണ്ണിൽ അവശേഷിക്കുന്നത് അമ്ലത മാത്രമാണ്. അപ്പോൾ മണ്ണിൻ്റെ സഹജമായ വളക്കൂറ് ഇല്ലാതാവുന്നു. കൃത്രിമ ലോകം നൈസർഗികതയെ എടുത്തു കളയുമല്ലോ. വിത്തുകളുടെ കാര്യം എടുക്കുക.
നല്ല പ്രതിരോധ ശേഷിയുള്ള നല്ലിനം വിത്തുകൾ എത്ര നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു? നെല്ല് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര ഇനം വിത്തുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു? എല്ലാം ഇല്ലാതാവുകയാണ്. ഇപ്പോൾ അത്യുൽപാദന ശേഷിയുള്ളത് എന്ന് പറയപ്പെടുന്ന വിത്തിനങ്ങൾ അവ ഇറക്കുമതി ചെയ്യപ്പെടുകയാണ്. രോഗപ്രതിരോധ ശക്തി വളരെ കുറവ്. മാത്രമല്ല, പണ്ടത്തെ ആളുകൾ പറയുന്ന പോലെ അന്ധക വിത്തുകളാണ് ഇവ. അസുര വിത്തുകളാണ്. ഇനി പുതിയൊരു തലമുറയെ അവശേഷിപ്പിക്കുകയില്ല. ഈ അന്ധക വിത്തുകൾ ഒരു തവണ ഉപയോഗിച്ചു അത്യുൽപാദന ശേഷിയുള്ളവ എന്ന് നമ്മൾ കരുതി കുറേ ഉൽപ്പാദനവും ഉണ്ടാക്കി അവയിൽ നിന്ന്. പക്ഷെ അതിനുശേഷം വീണ്ടും ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുടെ മുമ്പിൽ നിങ്ങൾ പണമടച്ച് കാത്തിരിക്കുകയാണ് അടുത്ത വിത്തിന് വേണ്ടി. എൻ്റെ കാടും എൻ്റെ നാടും എല്ലാം ആരൊക്കെയോ കട്ടെടുത്ത് കൊണ്ടുപോവുകയാണ്. ജാഗ്രത വേണം. ഒരു സന്ദേഹവുമില്ലാതെ നമ്മൾ ആരുടെയൊക്കെയോ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്ന വെറും പാവകളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജനതയ്ക്ക് മനസ്സില്ലെങ്കിൽ ഏത് മിശിഹായ്ക്കാണ് ആ ജനതയെ വന്ന് രക്ഷിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം പ്രതിധ്വനിയായി പുസ്തകത്തിൽ നിന്നും ഹൃദയത്തിൽ വന്ന് അലക്കുന്നു. ഒരു ജനതയ്ക്ക് മനസ്സില്ലെങ്കിൽ ഏത് മിശിഹയാണ് ആ ജനതയെ വന്ന് രക്ഷിക്കുക? ഏത് മിശിഹായാണ് വരിക? ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിലും പ്രതിധ്വനികൾ ഉയർത്തട്ടെ. മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ജേളി മാഷ് തുടങ്ങി വെക്കുക സെവൻത്ത് സീൽ എന്ന ചിത്രത്തെ പരാമർശിച്ചുകൊണ്ടാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കണ്ടത്. എന്നിട്ട് ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഓരോ ഫ്രെയിമും. നീ ആരാണ്? മരണം മറുപടി പറയുന്നു, ഞാൻ മരണം. നീ എന്തേ എന്നെ പിന്തുടരുന്നു? മരണം പറയുന്നു, എക്കാലവും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം മാത്രമല്ല, എന്നും നിഴൽ പോലെ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മരണം അങ്ങനെയാണ്, നിഴൽ പോലെ പിന്തുടരുന്നുണ്ട്. ഇനി ഈ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ, ജീവിക്കുക ഒരു രണ്ടാം മുഴം കിട്ടാൻ എല്ലാവർക്കും കൊതിയുണ്ട്. അതുകൊണ്ട് തന്നെ മരണത്തിൽ നിന്നും ഓടി അകലാനുള്ള പ്രവണതയും മനുഷ്യർക്കുണ്ട്. സത്യത്തിൽ എന്താണ്? ഒരു നനുത്ത പ്രകോപനത്തിന് പോലും തല്ലിക്കെടുത്തുവാൻ കഴിയുന്ന സുഗതമായൊരു സ്വപ്നമാണ് ജീവിതം. ഒരു നനുത്ത പ്രകോപനത്തിന് പോലും തല്ലിക്കെടുത്താൻ കഴിയും. അത്രയ്ക്കുള്ള ഒരു സുഗത സ്വപ്നമാണ് ജീവിതം. ആൻ ഇൻസിഡൻറ്റ് അറ്റ് ദ ഓൾഡ് ക്രീക്ക് എന്ന ലഘു സിനിമ കാണേണ്ടതാണത്. അതിൽ മരണത്തിൻ്റെ പടിവാതിൽക്ക് വന്ന് നിൽക്കുന്ന ഒരാൾ, അയാളുടെ കഴുത്തിൽ കുരുക്ക് മുറുക്കപ്പെടുന്നതിന് തൊട്ടു മുന്നിലെ ആ നിമിഷത്തിൽ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് അയാളൊരു സ്വപ്നത്തിലേക്ക് വഴുതി വീഴുകയാണ്. അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ സംഭവിക്കാമല്ലോ. ആ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിലെ അയാളുടെ സ്വപ്നത്തിൽ അയാൾ ജീവിതത്തിൻ്റെ മാസ്മരികതയെ ദർശിക്കുന്നു. പ്രണയവും പ്രത്യാശയും വിശാലമായ ആകാശവും ഒക്കെ. പക്ഷേ അടുത്ത നിമിഷം കൊലക്കയർ മെല്ലെ കുരുക്കി അമർത്തി ഇയാളെ ജീവിതത്തിൽ നിന്നും വേർപെടുത്തുകയാണ്. ശരിക്കും ഇതൊക്കെ തന്നെയാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു കുരുക്കുണ്ട്. ഏത് നിമിഷവും അത് അമരാം. അതിനു മുമ്പുള്ള സുഖകരമായ ഒരു സ്വപ്നം, അതാണ് ജീവിതം. എന്താണ് ജീവിതം? അവ്യക്തമാമൊരു സുന്ദരമായ വളകിലുക്കം, സംഗീതതുന്തിലം, നൈമിഷികോജ്ജലം, പിന്നെയോ ശൂന്യം, പരമശൂന്യം. നമ്മുടെ കവി അങ്ങനെയാണ് എഴുതിയത്. എന്താണ് ജീവിതം? അവ്യക്തമാമൊരു സുന്ദരമായ വളകിലുക്കം. ശൂന്യം ശൂന്യം എന്നൊന്നും പറയാൻ വയ്യ. സ്വപ്നസദൃശമാണ്. ഒരു കാറ്റത്ത് മെല്ലെ ഇല്ലാതായി പോകുന്ന പുതുതായി തളിർത്ത പുല്ലുകൾ പോലെ. ഇത് പ്രഭാഷകൻ്റെ വരികളാണ്. ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ജീവിതത്തെ മറ്റൊരു തലത്തിൽ നോക്കിക്കാണാൻ പറ്റും. ഗ്രന്ഥകാരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മനുഷ്യർക്ക് മാത്രം സംഭവിക്കുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. ഈ ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് മനുഷ്യജീവി മാത്രം അനുഷ്ഠിക്കുന്ന ഒരു കലയാണ്. തിമിംഗലങ്ങൾ ചില നേരങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടത്രേ. പക്ഷേ മറ്റ് ജീവികൾ ആരും തന്നെ ആത്മഹത്യയുടെ വഴിയിലേക്ക് പോകുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം? അതിനുത്തരം പല ഗ്രന്ഥകാരന്മാരും തേടിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
പക്ഷേ ഇന്നത്തെ ഈ പുസ്തകത്തിൽ ഇദ്ദേഹം പറയുന്നൊരു ചോദ്യം, ഓക്കെ, നിങ്ങൾ ആത്മഹത്യയുടെ വഴിയിലേക്ക് പോകുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടി ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളത്? ഇത് ഹൃദയത്തെ തൊടുന്ന ഒരു ചോദ്യമായിട്ട് അനുഭവപ്പെട്ടു. ശരിക്കും മറ്റുള്ളവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത്? ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമയിൽ അച്ഛൻ മകനോട് പറയുന്ന സുന്ദരമായ ഒരു വാചകമുണ്ട്, മരണമൊഴിച്ച് എന്തിനും പരിഹാരമുണ്ട്. മരണമൊഴിച്ച് എന്തിനും പരിഹാരമുണ്ട്. ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് നൽകപ്പെടേണ്ട പ്രത്യാശയുടെ സന്ദേശം അതുതന്നെയാണ്. മരണമൊഴിച്ച് എന്തിനൊരു പരിഹാരമുണ്ട്. നീഷയുടെ അതിസുന്ദരമായ വരികൾ വിക്ടർ ഫ്രാങ്കലിനെ പോലുള്ളവരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അതായത് മരണത്തിന് സഫറിങ് കനോട്ട് കിൽ എനിത്തിങ്. മരിക്കാൻ നമ്മളെ വിട്ടുകൊടുക്കാൻ പറ്റും, പക്ഷേ സഫറിങ് ജീവിതത്തിലുണ്ടായാലും അതിന് നമ്മളെയൊന്നും കൊന്നെടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ മരണമൊഴികെ മറ്റെല്ലാത്തിനും പരിഹാരമുണ്ട്. ഈ ഒരു ചിന്ത തന്നെയാണ് പുതിയൊരു തലമുറയ്ക്ക് നൽകപ്പെടേണ്ടത്. ഇനി മരണത്തിലേക്ക് ഓടിയെടുക്കുന്നത് പോലെ തന്നെ പ്രകൃതി വിരുദ്ധമാണ് മരണത്തിൽ നിന്നും ഓടി അകലാനുള്ള പ്രവണതയും. രണ്ടും പ്രകൃതി വിരുദ്ധ പ്രവണതകളാണെന്ന് ഗ്രന്ഥകർത്താവ് സമർത്ഥിക്കുന്നു. സത്യമല്ലത്? മരണത്തിലേക്ക് ചിലർ ഓടിയെടുക്കുന്നു, പ്രകൃതി വിരുദ്ധം. പ്രകൃതി അത് ആഗ്രഹിക്കുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇനി ചിലർ മരണത്തിൽ നിന്ന് ഓടി അകലുകയാണ്. അതായത് എത്ര ജീവിച്ചിട്ടും മതിയാവുന്നില്ല, യയാതിയെപ്പോലെ ജീവിതം ഇരന്ന് ചോദിക്കുകയാണ് കടുത്ത സ്വാർത്ഥതയിൽ. എത്ര ജീവിച്ചിട്ടും മതി വരുന്നില്ല, അതുകൊണ്ട് ഇനിയും വേണം, കടം തരുമോ അല്പം കൂടി ആയുസ്. അങ്ങനെ ജീവിച്ചിട്ടും എന്താണ് കാര്യം? എല്ലാ കഥകളും നീണ്ടുപോകുമ്പോൾ മരണത്തിൽ അവസാനിക്കും എന്ന് ഹെമിംഗ്വേ പറഞ്ഞതുപോലെ നീണ്ടു പോകുന്നത് മരണമേ കൊണ്ടുവരികയുള്ളൂ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിൽ മുന്നോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പിങ്കളവർണ്ണയായ സൗമ്യതയെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ സാധിക്കണം. ഫ്രാൻസിസ് അസീസിയൊക്കെ ചെയ്ത പോലെ, സഹോദരി മരണമേ വരിക, ഇതാ ഞാൻ എന്ന് പറയുവാൻ സാധിക്കുന്നത് അത് സത്യത്തിൽ ആത്മീയതയുടെ ഉയർന്ന തലമല്ലേ? ഒരൊറ്റ ചോദ്യം നിങ്ങളോട്, മരണത്തിലേക്ക് ഓടിയെടുക്കാനും മരണത്തിൽ നിന്ന് ഓടി അകലാനും അങ്ങനെയുള്ള പ്രകൃതി വിരുദ്ധ പ്രവണതകൾ നിങ്ങളിലുണ്ടോ? അതോ ജീവിതത്തെ സ്നേഹിക്കുന്നത് പോലെ മരണത്തെയും സ്നേഹിച്ച്, എന്തിനേയും ഏതിനേയും സൗമ്യമായി സ്നേഹിച്ച് സൗമ്യമായി തലോടുന്ന ഇളം തെന്നൽ പോലെ മുന്നോട്ട് പോകുവാൻ അതിന് നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തിക്കൊണ്ട് അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ജീവിതം ഒരു ഒത്തുതീർപ്പാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങൾ തന്നെ നോക്കുക. ഇദ്ദേഹം പറയുന്നു, സ്ത്രീയും പുരുഷനും തമ്മിൽ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ രണ്ട് ദിശകളിലേക്ക് തിരിഞ്ഞു പോകാൻ എപ്പോഴും സാധ്യതയുള്ള കുതിരകളെ പൂട്ടിയ രഥം പോലെയാണ് കുടുംബം. ഒത്തുതീർപ്പാണ് അവിടെ ഒരു സമവാക്യമായിട്ട് മാറുക. ഈ ഒത്തുതീർപ്പില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കുളമായി തീരും. നിങ്ങൾ ജീവശാസ്ത്രപരമായി അപഗ്രഥിച്ച് നോക്കുക. സ്ത്രീക്ക് പുരുഷനെ പോലെ ജീവിക്കാൻ പറ്റില്ല, പുരുഷന് സ്ത്രീയെപ്പോലെയും. സംസാരം തന്നെ നോക്കുക. തലച്ചോറിൽ സ്ത്രീക്ക് സംസാരിക്കുവാൻ വേണ്ടി തലച്ചോറിൽ 2 പ്രധാന കേന്ദ്രങ്ങളുണ്ട്. പുരുഷന് ഒരൊറ്റ കേന്ദ്രത്തിൽ മാത്രമേ ഇത്തരമൊരു പ്രവർത്തനം നടക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താ സംഭവിക്കുക? സ്ത്രീകളിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ പുരുഷന് സംസാരിക്കാൻ പറ്റുകയില്ല. കാരണം പരിണാമദശയിൽ അവൻ വേട്ടയാടുന്നവനായിരുന്നു. അവനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഒരുപാടിരുന്ന് സംസാരിക്കുവാനും ഒരുപാട് സംസാരത്തിന് ചെവി കൊടുക്കുവാനും അവന് പറ്റുകയില്ല. അവൻ ഓട്ടക്കാരനാണ്, വേട്ടയാടുന്നവനാണ്. പക്ഷേ സ്ത്രീയോ, അവൾക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാനും സംസാരം കേൾക്കുവാനും കഥയുടെ ലോകത്ത് അഭിരമിക്കുവാനും ഒക്കെ താല്പര്യം. ഇത് രണ്ടുപേരും മനസ്സിലാക്കുന്നില്ലെങ്കിലോ അപ്പോൾ തന്നെ താല്പര്യക്കുറവ്, സ്നേഹക്കുറവ്, പണ്ടുണ്ടായിരുന്ന ബഹുമാനം ഇപ്പോൾ താഴ്ന്നു പോയ അവസ്ഥ, ഇങ്ങനെ ധാരാളം നിർവചനങ്ങൾ നൽകപ്പെടുന്നു. കുടുംബജീവിതം ഇരുട്ടിലെ വല്ലാത്ത ഒരു അലച്ചിലായി മാറുകയും ചെയ്യുന്നു. ഇനി ഭാര്യ ഭർത്താക്കന്മാർ വിരുദ്ധ ചേരികളിലായി മാറിക്കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടം പറ്റുന്ന ആർക്ക്? കുഞ്ഞിനെ തന്നെ. ജനിക്കുമ്പോൾ തന്നെ
പ്രായപൂർത്തിയാകുന്നത് പോലെ ഓടിച്ചാടി നടക്കുന്ന മൃഗങ്ങളും ജനിച്ചൊരുപാട് നാളുകൾക്ക് ശേഷം മാത്രം സ്വന്തം കാലിൽ നിൽക്കുവാൻ പ്രാപ്തി നേടുന്ന മനുഷ്യരും തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട്. ഒരു കുഞ്ഞിന് സംരക്ഷണം ആവശ്യമുണ്ട്. എപ്പോഴും കലഹിച്ച് അകന്നു നിൽക്കുന്ന മാതാപിതാക്കൾക്കിടയിൽ വിഭജിക്കപ്പെട്ടു പോകുന്നത് ഒരു കുഞ്ഞ് തന്നെയാണ്. ടിൻറ്റുമോൻ്റെ ജോക്ക് മനസ്സിലേക്ക് വരുന്നു. കത്തോലിക്ക വിവാഹം നടക്കുന്നു. ആരോ ചോദിക്കുന്നു ടിൻറ്റുമോനോട്, എന്തുകൊണ്ടാണ് വധൂവരന്മാർ ഇങ്ങനെ കൈകൾ കോർത്തു നിൽക്കുന്നത്, കൈ കൊടുക്കുന്നത് പരസ്പരം? ടിൻറ്റുമോൻ എല്ലാം അറിയുന്ന ആളാണല്ലോ. അയാൾ മറുപടി പറയുന്നു, അത് വളരെ നിസ്സാരമായ കാര്യമാണല്ലോ. കുങ്ഫുവും ബോക്സിങ്ങും മറ്റും ആരംഭിക്കുന്നതിന് മുമ്പ് പരസ്പരം ഇടിക്കുന്നവർ ആദ്യം കൈ കൊടുക്കാറുണ്ട്, പിന്നെയാണ് ഇടി തുടങ്ങുക. പരസ്പരം കലഹിച്ചുകൊണ്ടേയിരിക്കുന്നവരുടെ ഇടയിൽ ഓരോ നിമിഷവും വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. അതിനെക്കുറിച്ച് അല്പം കരുണയോടുകൂടി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഓർത്തു നോക്കേണ്ടതാണ്. നിങ്ങൾക്ക് തിരികെ നൽകാൻ പറ്റില്ല അവരുടെ ബാല്യം. ഓരോ നിമിഷത്തിലും വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിന് തിരികെ നൽകാനാവില്ല അവൻ്റെ സന്തോഷവും ബാല്യത്തിൻ്റെ സ്വർഗവും. ജപ്പാൻകാരുടെ ഇടയിൽ വളരെ രസകരമായിട്ടുള്ളൊരു മത്സരമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ കരയിപ്പിക്കുന്ന മത്സരം, നാക്കിക്കുസോറോ എന്ന മറ്റേ പേര്. ഏറ്റവും ഉച്ചത്തിൽ കരയുന്ന കുഞ്ഞിന് സമ്മാനം. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളെ കരയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പരസ്പരം കലഹത്തിലേർപ്പെട്ട് വിഭജിക്കപ്പെട്ട ജീവിതത്തിനിടയിൽ സദാ കുഞ്ഞുങ്ങളെ വിഭജിച്ചുകൊണ്ട് നമ്മളവരെ കരയിപ്പിക്കുന്നു. അപ്പോൾ ആത്യന്തികമായ ജീവിതം ഒരു ഒത്തുതീർപ്പാണ് എന്നുള്ളിനുള്ളിൽ ആരോ പറഞ്ഞിരുന്നുണ്ട്. ആ ഒത്തുതീർപ്പിന് തയ്യാറാവുക. എങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് സദാ വിഭജിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നും മോചനം നേടി പിന്നെ വളരുന്ന കുട്ടിയായി മാറും. വീണ്ടും പല പല ചിന്തകളുടെ ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. കണ്ണെന്തിനുള്ളതാണ്? അത് രസകരമായ ചോദ്യമല്ലേ. കണ്ണ്, ഗ്രന്ഥകർത്താവ് പറയുന്നു, കരയാനുള്ളതല്ല. മറിച്ച് കണ്ണ് മറ്റുള്ളവരുടെ വേദന കാണാനുള്ളതാണ്, അവരുടെ ദുഃഖങ്ങൾ അറിയാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ തന്നെ എപ്പോഴും വിഷാദത്തിൻ്റെ രാസത്വരികങ്ങൾ പ്രവർത്തിക്കുവാൻ നിങ്ങൾ ഇടവരുത്തണം. ജീവശാസ്ത്രപരമായിട്ട് നോക്കുക. സെറട്ടോണിൻ്റെയും നോർ അഡ്രിനാലിൻ്റെയും ഏറ്റക്കുറിച്ചിലുകളും പ്രോലാക്റ്റിൻ പോലുള്ള ഹോർമോണുകളുടെ ഏറ്റക്കുറിച്ചിലുകളുമൊക്കെ നമ്മളിൽ വിഷാദം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കാരണം അറിയാത്ത വിധത്തിൽ നിങ്ങൾ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ പേടിക്കണ്ട, അതൊക്കെ സംഭവിക്കാം. മഴക്കാലത്ത് പെട്ടെന്ന് ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകളുണ്ട്. വിൻ്റർ ഡിപ്രഷൻ എന്നും മൺസൂൺ ഡിപ്രഷൻ എന്നൊക്കെ മനഃശാസ്ത്രജ്ഞന്മാർ അതിനെ പേരിട്ട് വിളിക്കാറുണ്ട്. വിഷാദം മനുഷ്യർക്ക് ഏതു സമയവും സംഭവിക്കാം. പക്ഷേ വിഷാദം വരുന്ന നേരത്ത് അതിൽ നിന്നും അകന്നിരിക്കുവാൻ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ കണ്ടെത്തേണ്ടതല്ലേ. വളരെ പ്രശസ്തനായ ഗ്രഹാം ഗ്രീൻ ഇങ്ങനെ പറയുന്നുണ്ട്, ശരിക്കും എഴുതാൻ പറ്റാത്തവർ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടകരമായ അവസ്ഥകളിൽ നിന്നും മുക്തി നേടുക? എന്തെങ്കിലും എഴുതുകയോ ചിത്രരചനയിൽ ഏർപ്പെടുകയോ പാടുകയോ പാട്ട് കേൾക്കുകയോ ഒക്കെ ചെയ്യാതെ മനുഷ്യരെങ്ങനെ വിഷാദത്തിൻ്റെ കടലുകൾ നീന്തി കടക്കും? ശരിയാണ്. അപ്പം നമ്മൾക്കും വിഷാദം ഉണ്ടാകാം. വിഷാദം മാറ്റാൻ ചെയ്യേണ്ടത് എന്താണ്? ചെയ്യാവുന്ന കാര്യം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ബ്രേക്ക് ഓപ്പൺ ദ കംഫർട്ട് സോൺ ഓഫ് യുവർ ലിറ്റിൽ നാരോ വേൾഡ് ആൻഡ് ഗെറ്റ് ഔട്ട് ഓഫ് യുവർ സെൽഫ്. നിങ്ങളിന്ന് പുറത്തേക്ക് വരിക. അതത്ര എളുപ്പമുള്ള കാര്യമല്ല എൻ്റെ ചങ്ങാതി. എന്നിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന പോലെ സന്തോഷമുള്ള മറ്റൊരു കാര്യം എനിക്കില്ലല്ലോ. എന്നിലിങ്ങനെ കുടുങ്ങിക്കിടന്നിട്ട് എൻ്റെ കുടുങ്ങിക്കിടക്കലിൻ്റെ രോദനത്തെ പോലും സന്തോഷമാക്കി പകർത്തുക എന്നുള്ളത് എനിക്കൊരു പുതിയ സന്തോഷമായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് യുവർ നാരോ ലിമിറ്റഡ് വേൾഡ്, ബിക്കോസ് യു ആർ അൺലിമിറ്റഡ്. നിങ്ങൾ അൺലിമിറ്റഡാണ്. അതും മനസ്സിലാക്കി കഴിയുമ്പോൾ വിഷാദമെല്ലാം പെട്ടെന്നങ്ങ് മാറും. പിന്നെ ഇരുട്ട് മാറി പുലരുവട്ടത്തിൽ വന്നു നിൽക്കുന്ന കുഞ്ഞിനെ പോലെ നിങ്ങൾ നിഷ്കളങ്കൻ, സ്വതന്ത്രൻ, ജീവിതം ഗാനം പോലെയായി മാറും. വീണ്ടും ചിന്തകളുടെ വലിയ വലിയ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമ കുറുവത സഞ്ജയ. നേരിൽ കാണാനായില്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഭീകരത അകക്കണ്ണിൽ കണ്ടുകൊണ്ട്
ഈ അന്ധവൃദ്ധൻ സഞ്ജയനോട് ചോദിക്കുന്ന ചോദ്യമാണ്, എൻ്റെ മക്കളും പാണ്ഡവരൊക്കെ അവിടെ യുദ്ധഭൂമിയിൽ അണിനിരന്നുകൊണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ചോദ്യം തന്നെയാണ്. യുദ്ധം എല്ലാ തിന്മകളുടെയും മാതാവാണ്. ഇടക്കാല ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്ന നാടിൻ്റെ രാജ്യരക്ഷയ്ക്കായുള്ള തുക അതൊരു റെക്കോർഡാണെന്ന് ഗ്രന്ഥകർത്താവ് എഴുതുന്നു. 1,41,703 കോടി രൂപ. ഇത് മുഴുവൻ ആയുധങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തുകയാണ്. മറ്റ് രാജ്യങ്ങളിലേക്ക് ഒഴുകിപ്പോകും. ഇവിടെ യുദ്ധത്തിലെന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ആളുകൾ പട്ടിണി മൂലം മരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന പണം മുഴുവൻ ആയുധങ്ങൾ നേടിയെടുക്കുന്നതിലും ആയുധങ്ങൾ സംരക്ഷിക്കുന്നതിലും യുദ്ധത്തിനു വേണ്ടി ആളുകളെ ഒരുക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കപ്പെടുക എന്നുള്ളത്, ഇതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തമാശ. ഹിംസയിൽ നിന്ന് ഹിംസയല്ലാതെ അഹിംസ എങ്ങനെ ഉണ്ടാകും? മരണത്തിൽ നിന്നും മരണമല്ലാതെ ജീവൻ എങ്ങനെ ഉണ്ടാകും? ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. വീണ്ടും വാർദ്ധക്യത്തെക്കുറിച്ചുള്ള ഹൃദയത്തെ തൊടുന്ന ഒരു ആർട്ടിക്കിളുണ്ട്. മക്കളുടെ കാരുണ്യരാഹിത്യങ്ങൾക്കിടയിലെ കിടപ്പ് ഒരു ചരിത്ര വിധിയാണ്. ബാലഡ് ഓഫ് നരയാമ എന്ന സിനിമയിൽ നിന്ന്. മക്കളുടെ കാരുണ്യരാഹിത്യങ്ങൾക്കിടയിലെ കിടപ്പ് ഒരു ചരിത്ര വിധിയാണ്. അതായത് പ്രായമായി കഴിയുമ്പോൾ അപ്പനമ്മമാരെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിയിടുന്ന ഒരു ആചാര്യത്തെക്കുറിച്ചുള്ള സിനിമയായിരുന്നു ഇമാമുറയുടെ ബാലഡ് ഓഫ് നരയാമ. ഇപ്പോൾ പലയിടങ്ങളിലും തള്ളിയിടപ്പെടുന്ന വൃദ്ധരുടെ ദീനവിലാപം ഉയരുന്നുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് വാർദ്ധക്യം എന്നാണ്. ഇന്നത്തെ യുവാവ് കേൾക്കണം. ബുദ്ധന് സുഹൃത്ത് നൽകുന്ന വാർദ്ധക്യത്തെക്കുറിച്ചുള്ള വിവരണം. പ്രിയ രാജകുമാര, നീ ഇപ്പോൾ കാണുന്നത് ഒരു വൃദ്ധനായാണ്. പ്രായമാകുമ്പോൾ മനുഷ്യൻ ഇത്തരമൊരവസ്ഥയിൽ എത്തിച്ചേരും. 50 വർഷങ്ങൾക്കപ്പുറം ഇയാളും സുന്ദരനായിരുന്നു. എല്ലുകൾക്കുറപ്പും കണ്ണുകൾക്ക് തിളക്കവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ജീവിത സായന്തനത്തിൽ അയാൾ എത്രമാത്രം പ്രാകൃതനായിരിക്കുന്നു. കാലം ഒരു കള്ളനാണ്. അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നിത്യവും ചിലതൊക്കെ മോഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. ആരും ഇന്നലത്തെ പോലെ ഇന്നിരിക്കുന്നില്ല. നമ്മിൽ നിന്ന് പലതും തിരിച്ചു കിട്ടാത്ത വിധം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് വാർദ്ധക്യത്തിൻ്റെ സ്വഭാവം. ഇയാൾ കെടാൻ പോകുന്നൊരു തീപ്പൊരി മാത്രമാണ്. ഇയാളുടെ ജീവിതത്തിൻ്റെ ശേഷിപ്പ്. ഇതാണ് ജീവിതം. ഇതാണ് വാർദ്ധക്യം. കേട്ടിരിക്കുന്ന യുവത്വവും വീര്യവും ചൈതന്യവുമുള്ള എൻ്റെ യുവ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചിലതെല്ലാം കാലം കവർന്നെടുക്കും. നിങ്ങളൊരു ദിവസം വാർദ്ധക്യത്തിലെത്തിച്ചേരും. അന്ന് ആരെങ്കിലും നിങ്ങൾക്ക് കനിവിൻ്റെ തീർത്ഥം ഇറ്റിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നത് നൽകുക. ഇതുപോലുള്ള വിശുദ്ധിയുള്ള അസ്വസ്ഥത പകരുന്ന ചിന്തകൾ നിറഞ്ഞ ഈ പുസ്തകം നിങ്ങളെ കുറേ സന്ദേഹങ്ങളിലേക്ക് നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി നല്ല യാത്ര നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.